ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാനൊരു കല്യാണത്തിന് വന്നിട്ടുള്ളത്. നമ്മളപ്പുറം പഠിച്ച ശ്രുതികേൻ്റെ ചേച്ചിയുടെ കല്യാണമാണ് നമ്മളെല്ലാവരും അതിന് വന്നിട്ടുള്ളത്. ഇവരെല്ലാവരും എൻ്റെ കൂടെ 6th to 10th വരെ പഠിച്ചവരാണ്. കുറച്ച് നേരത്തെ ഞാൻ ഇൻ്റർവ്യൂ എടുത്തു, പക്ഷെ ഒന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് ഒന്നും കൂടി എടുക്കാം. അങ്ങനെ എടുക്കുന്ന ഇൻ്റർവ്യൂ ആണ്. അപ്പം എല്ലാവരും കുറേ കാലത്തിന് ശേഷം എല്ലാവരും കാണുന്നത്. ഒരു വ്ളോഗ് എടുക്കാം, അങ്ങനെ വ്ളോഗ് എടുക്കുന്നതാണ്. ഇത് സംഗീത. നമ്മളെന്താളും അനക്കൊന്നും ഒരു മൂന്ന് പോരാ, 10th പോയി. പക്ഷെ +2 ഇവർ ബോയ്സിൽ, ഞാൻ ഗേൾസിലുണ്ടായത്. അപ്പം അപ്പുറപ്പുറമായോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കുന്നതിലും കാണാം. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം കാണുന്നത്ര. അതായത് ഡിഗ്രിക്ക് കയറിയതിന് ശേഷം ഞാൻ തീരെ കണ്ടിട്ടില്ല. എന്താണെന്നറിയില്ല, എൻ്റെ അപ്പുറം എല്ലാവരും വീഡിയോ കാണുമ്പോൾ രക്ഷപ്പെടുന്നു ഓടിയിട്ട്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ കണ്ണൂർ ഭാഷ വല്ലാണ്ട് വീഡിയോയിൽ വരുന്നുണ്ട്. എനിക്കത് മാറ്റണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടത്? എന്താ പറയുക, മെല്ലെ മാറ്റണം. എല്ലാവരും ഫോട്ടോയിൽ എടുക്കുന്ന തിരക്കാണ്. ഇനിയിപ്പം ഫുഡ് കഴിക്കുമ്പോൾ കാണാം. അതുകൊണ്ട് വിശക്കുന്നുണ്ട്. നല്ല മണമുണ്ട് സദ്യയുടെ. അപ്പം സദ്യ കഴിക്കുമ്പോൾ കാണാം. അറിയില്ല, ഞാൻ ഇത്രയും സമയം ഇവള് സംഗീത ഇവളെ കുറേ ആയി കാണാത്തതെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇവള് ചോദിക്കുന്നത്, ഇവൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായി, ഇവൾ എവിടെയെങ്കിലും ഇടുക പോയില്ലേ? പ്രശ്നമില്ല, കുറേ നാളായിട്ട് കാണാത്തോണ്ടില്ല പ്രശ്നമാണ് അല്ലേ? അപ്പോൾ നമ്മളതിന് ഫുഡ് കഴിക്കാൻ പോകും. വിശക്കുന്നു. ഫുഡ് കഴിക്കുമ്പോൾ കാണാം. സദ്യേൻ്റെ എന്താ പറയുക, സദ്യ ഇങ്ങനെ വളർത്തുമ്പോൾ കാണിച്ചത്. മംഗലപ്പണി തന്നെ എത്തി. ഫുൾ ഡ്രസ്സെല്ലാം കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും. ഇതാണ് ശ്രുതികേൻ്റെ ഔട്ട്ഫിറ്റ്. കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. വെള്ളം കുറേ കാലത്തിന് ശേഷം ഒരു സദ്യ കഴിക്കുന്നു. അല്ല ചിന്ന എല്ലാവരും അതാണ് തിന്നിട്ട്. നമ്മളെ ഫുഡ് അടിയിലും കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ക്ഷീണായി ഒന്ന് കഴിയാണ്ടായി, വയറിൽ ഫുള്ളായി. പക്ഷേ എങ്ങനെയുണ്ടല്ലോ, സദ്യ കുറേ ആയി കഴിക്കാത്ത. പക്ഷെ എന്നാലും അങ്ങ് ആസ്വദിച്ചൊക്കെ കഴിക്കാൻ പറ്റിയിട്ടില്ല. എന്നാ ചിരിക്കുന്നത്. അനക്കെന്തോ തിന്നാൻ കഴിയുന്നില്ല. നീ നല്ലോണം വിശന്നിട്ടാണോ അറിയില്ല, കഴിക്കാൻ പറ്റുന്നില്ല. അമ്മ ഒന്നാമോ കഴിക്കാൻ പറ്റത്തില്ല. സങ്കടമുണ്ട്. നമ്മളങ്ങനെ മാടയിപ്പാറയിലെത്തി. ഒന്ന് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയല്ലേ അല്ലേ? എത്തി. അതായത് ഇപ്പം ഞായറാഴ്ചയിലും ഇവിടെ ഫുള്ള് ആളാണ്. കാരണം ഇവിടെ ഇപ്പോൾ കാക്കപ്പൂവിൻ്റെ സീസണല്ലേ, ഓണമെല്ലാം ആവാനല്ല. അപ്പോൾ കാക്കപ്പൂ സീസൺ. അപ്പം എല്ലാവരും വന്നു. പക്ഷെ കാക്കപ്പൂ ഇല്ല. കാക്കപ്പൂവിനെ എല്ലാവരും കൊന്നു അല്ലേ? കാക്കപ്പൂവിനെല്ലാവരും കൊന്നു, കാക്കപ്പൂ ഇല്ല. അതാണ് ഇപ്പം ഉള്ള അവസ്ഥ. അപ്പം നമ്മളിങ്ങനെ വന്നു. പിന്നെ എന്തോ വടുകുന്ന അമ്പലത്തിനടുത്ത് എന്തോ ഉണ്ട്. എന്താന്ന് പറഞ്ഞേ? ആടാ നന്നെ ദുരിതാശ്വാസത്തിലേക്കല്ലേ? അതിന് വേണ്ടിയിട്ട് പൈസ, അതായത് അവര് വരച്ചിട്ട് ആ ഫോട്ടോന് കിട്ടുന്ന പൈസ അതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നുണ്ട് പോലും. നമ്മളറിയില്ല. ഇപ്പം ഇവർ നമ്മളല്ല, ഞാനറിയില്ല. ഇപ്പം ഇവർ പറഞ്ഞുതരാൻ അറിഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ടെത്തട്ടെ. കാക്കപ്പൂ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കാണിച്ചുതരാം. പിന്നെ ബാക്കിൽ കാണുന്നില്ല അല്ലേ? നമ്മൾ സ്കൂള് കാണുന്നില്ലല്ലോ. ഗേൾസ് സ്കൂള് കാണും. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര 6ാം ക്ലാസ് തൊട്ടിട്ട് ഡിഗ്രി 3rd ഇയർ വരെ പാറക്കന്നെ, പാറയിലായിരുന്നു. മാടയിപ്പാറയായിരുന്നു എൻ്റെ ജീവിതം. അപ്പം വീട് തന്നെ ട്രോളത്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് കാക്കപ്പൂവെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. എൻ്റെ ഒരു ഇതിലിപ്പോൾ എവിടെയും ഇല്ലയെന്നാണ്. കാരണം എല്ലാവരും ചവിട്ടി, അതായത് കുറേ ആൾ വരുന്നില്ല. ഇപ്പം ഞായറാഴ്ച ഭയങ്കര റഷാണ് ഇടാം അല്ലേ? നമ്മളിവിടെ നിന്നിട്ട് ഇതാണ് ഇന്നത്തെ അവസ്ഥ. പക്ഷെ എനക്കൊന്ന് കഴിഞ്ഞ ആഴ്ചത്തേനെക്കാട്ടിയും ആൾ കുറവാണ്. വരുമായിരിക്കും ഇനി. ആളെല്ലാം ഉണ്ട് ആദ്യമായിട്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്ന കുറച്ച് സ്ഥലത്താണ്. അങ്ങോട്ടെല്ലാം ഫുള്ള് വണ്ടിയാണ്. അമ്പലത്തിൻ്റെ, അതായത് വടുകുന്ന അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഫുള്ള് വണ്ടിയാണ്. അവിടെ പറഞ്ഞ
കലവറ. അതായത് ഇത് ഏകദേശം 600 ഏക്കർ അത്ര ഉള്ളത് അങ്ങനെ എന്തോ അല്ലേ പറയുന്ന കേട്ടത്. അങ്ങനെ എന്തോ ആണ് പറയുന്നത് കേട്ടത്. പിന്നെന്താ എന്തെല്ലോ ഉണ്ട്. അതായത് ജൂതക്കുളമുണ്ട്, പിന്നെ മാടായിക്കാവുണ്ട്, ശിവന്റെ അമ്പലമുണ്ട്, പിന്നെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള എന്താ ഇവിടെ അങ്ങനെയല്ലാണ്. ഈ ജൂതക്കുളം എന്നെല്ലാം പറഞ്ഞ പിന്നെ കക്കിത്തോടുണ്ട്. പക്ഷെ കക്കിത്തോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിഡൻ സ്പോട്ടാണ്. കാരണം ഈ നമ്മളെ ഈ ഏരിയയിലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയൂലൂ തോന്നുന്നു. പുറമേന്ന് ഇപ്പോൾ കുറച്ച് ദൂരത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് അറിയില്ല. പിന്നെ അവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയുടെ ടൈം പോയിട്ടേ കാര്യമില്ല. താഴേക്ക് കഴിഞ്ഞിട്ട് വെള്ളച്ചാട്ടം പോലെ, വെള്ളച്ചാട്ടം എന്ന് പറയില്ല, എന്നാലും കുറച്ചിങ്ങനെ വെള്ളം ഇതാകുന്നൊരു സ്ഥലമാണ്. വേറെ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും അങ്ങനെ കുറേ ആൾക്കാർ ഈ സമയത്ത് ഈ വൈകുന്നേരം വൈബാക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. പിന്നെ ഇപ്പം കുറച്ച് കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. അന്നേരം ഒന്നും ഇങ്ങനെ ഇല്ല, എന്നാലും ഒരു ഈവനിങ്ങിലാകുന്ന സമയത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ ഫാമിലി ആയിട്ട് വേണ്ടിയിട്ട് നമ്മളെ ചായ അതുകൊണ്ട് വൈകുന്നേരത്തെ പലഹാരങ്ങളെല്ലാം എടുത്തിട്ട് വരും. എന്നിട്ട് ഇവിടുന്ന് ചായയെല്ലാം കുടിച്ചിട്ടില്ല അങ്ങനെ ഫാമിലി ടൈം എൻജോയ് ചെയ്തിട്ട് പോകും. ഇപ്പം എനിക്ക് തോന്നുന്നു അതൊന്നും ഇവിടെ നടക്കില്ല. കാരണം നല്ല ആളുണ്ട്. അപ്പോൾ കുറവാണ് അങ്ങനെ എന്താ പറയുക ചായ കുടിക്കാനാക്കാനായിട്ട് ഇപ്പോൾ തട്ടുകട അങ്ങനെയെല്ലാം പോയിട്ട് കഴിക്കാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കലെല്ലാം കുറവ് തന്നെ. എല്ലാവരും ഇങ്ങനെ നടക്കുന്നത്, ഫോട്ടോ എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത് അങ്ങനെയല്ല. പിന്നെ നമ്മളെ മാടൈ കോളേജിൻ്റെ ബാക്കിൽ ഒരു ഇതുണ്ട്, കോട്ട എന്ന് നമ്മൾ പറയുന്നത് ജസ്റ്റ് കോട്ട. ഇപ്പം നമ്മളെ മനസ്സിൽ കോട്ട എന്നെല്ലാം പറയുമ്പോൾ ബാക്കൽ ഫോർട്ട് അങ്ങനത്തെ അല്ലേ വരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു സൈഡ് കെട്ടിയിട്ടില്ല ഒരു സംഭവം. അതിൻ്റെ ഉള്ളിൽ കയറിക്കാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും കാണാനുമില്ല, ജസ്റ്റ് ഒരു ഇങ്ങനെ. പക്ഷെ നമ്മളതിന് പറയല് കോട്ടാന്നോ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ റീലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കുറച്ച് നേരത്തെ ഉച്ച ടൈം നമ്മൾ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ. ആ സമയം വരണമെങ്കിൽ പിന്നെ വീടുകളായിരിക്കും തല ചുറ്റിച്ച്, നല്ല വെയിലാണ്. നമ്മളിപ്പോൾ ജൂതക്കുളത്തിൻ്റെ ആ ഏരിയയിലേക്ക് പോയത് റീലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ജൂതക്കുളം കാണിച്ചുതരാം. ഈ ജൂതക്കുളത്തിൻ്റെ എല്ലാം എന്താ പറയല്, അതായത് കഥ എന്താണെന്ന്. എന്നാ ജൂതക്കുളത്തിൻ്റെ എന്താ സംഭവം പറ, ദർശനം അറിയായിരിക്കും. പക്ഷേ ഓളുണ്ടല്ല വീഡിയോയിലൊന്നും പറഞ്ഞു തരുന്നില്ല. ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അതായത് ജൂതക്കുളം എന്തിൻ്റെ ഇതായിട്ടുള്ളതാണെന്നോ എന്ന് ഞാൻ പറഞ്ഞുതരാം. അതറിയാം, ജൂതന്മാരെ അങ്ങനെ പറഞ്ഞല്ലേ പണ്ട് ജൂതന്മാരുണ്ടാക്കിയ കുളമാണെന്നാണ് അതിന് പറയാം. അതുകൊണ്ട് അതിന് ജൂതക്കുളം എന്ന് പേര് വന്നു. പക്ഷെ അത് ഏത് സാഹചര്യത്തിൽ എങ്ങനെ ഉണ്ടാക്കിയത് അങ്ങനെ എന്തോ ഉണ്ടല്ലേ. പൂണ്ട് പോകും നമ്മളതിലേക്ക് അങ്ങനെ എന്ന് പറയാം. അപ്പോൾ എന്താ ആരും അതിൽ കീയാറില്ല. ഞാൻ കാണിച്ചുതരാം. കാക്കപ്പൂ കാണിച്ചുതരാം. കാക്കപ്പൂ കുറച്ച് ആ ഒരു വയലറ്റ് കളറുണ്ട്, അതാണ് നമ്മൾ കാക്കപ്പൂ. കുറവാണ്, അതിൽ കൂടുതൽ ഒരു വൈറ്റ് കളർ പോവാ. ഇതാണ് ജൂതക്കുളം. പറ എന്തെങ്കിലും പറ. അതായത് നമ്മളില്ലേ, നമ്മൾ 6ാം ക്ലാസ് തൊട്ടിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 6ാം ക്ലാസ് തൊട്ടിട്ട് 10ാം ക്ലാസ് വരെ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ഈ ഗേൾസ് സ്കൂൾ ഇഷ്ടേ അല്ല. ആ ടൈം എനിക്ക് ഇഷ്ടമല്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കീന് ഓടിയാൽ മതി ഇതുണ്ടായിന്. കാരണം എന്താ പറയുക, എനിക്ക് എന്തോ എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആ ടൈം എനിക്ക് ഇഷ്ടേ അല്ല ഗേൾസ് സ്കൂള്. എന്നിട്ട് 10 റിസൾട്ട് വന്നു. പിന്നെ +1 അഡ്മിഷന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ഗേൾസ് സ്കൂൾ കൊടുത്തു. എന്നിട്ട് എന്താ പറയലേ, തലവരാന്നെല്ലാം പറയില്ലേ, എന്നെ അവിടെ തന്നെ വിളിച്ചു. പിന്നെ എന്താ പറയുക, കൊട്ടക്കണക്കിന് മാർക്കില്ലോണ്ട് നമ്മൾക്കിനൊന്നും പറയാനേ പറ്റില്ല അല്ലേ. അപ്പോൾ എന്താ അറിയില്ല, എനിക്ക് എനിക്ക് ആടെ തന്നെ കിട്ടി. ട്രെയിലൊന്നും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് ആടെ തന്നെ കിട്ടി. എന്നിട്ട് പിന്നെ ഞാൻ ആടെ നിന്ന് കുറേ നമുക്ക് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇങ്ങനെ മാറ്റാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് മാറിയിട്ടില്ല. ഞാൻ വീണ്ടും 2 കൊല്ലം അവിടെ പഠിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഈ ഭാഗത്തേക്ക് തിരിഞ്ഞ് ഞാൻ നോക്കൂല എന്നെല്ലാം വിചാരിച്ചിട്ട് നിന്നതാണ്. അപ്പോൾ +2 വരെ എന്നിട്ട് എടുത്തിട്ടുണ്ടായി. പക്ഷെ എനിക്ക് +2 കഴിഞ്ഞിട്ട് +2 ആയ ടൈമും എനിക്ക് അങ്ങനെ ഗേൾസ് സ്കൂളിൽ പഠിച്ചതിൻ്റെ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം പിന്നെ എനിക്കെന്തോ അതാണ് ഇഷ്ടം. അത് കഴിഞ്ഞതിന് ശേഷം
പിന്നെ ഞാൻ വെച്ചു ഇനി മാടയിൽ പാറ കയറ്റൊരു ബന്ധം വേണ്ട എനിക്ക്, ഇനി ഭാഗത്തേക്ക് ഞാൻ വരൂല അതിൽ വിചാരിച്ചിരുന്ന സമയത്താണ്. അപ്പോൾ ഇവിടെ മാടയിൽ കോളേജ് ഉണ്ട്, പക്ഷെ ഞാൻ എന്തായാലും അവിടെ പഠിക്കൂല എന്നില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ഇങ്ങനെ പറയും, ഞാൻ ആ ഭാഗത്തേക്ക് പോകില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടേ. പക്ഷേ എങ്കിൽ എന്താ പറയല് വീണ്ടും തലവര എന്നെ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്നു. മാടയിൽ കോളേജിൽ ഞാൻ പഠിച്ചു 3 കൊല്ലം വീണ്ടും ഇവിടെ പഠിച്ചു. പക്ഷേ എന്താ പറയല് ഗേൾസ് സ്കൂളിൻ്റെ ആ ഒരിത് മനസ്സിലാവുന്ന മാടയിൽ കോളേജിലേക്ക് പോയതിന് ശേഷം. അതായത് ഇപ്പോൾ നമ്മൾ ഗേൾസ് മാത്രം പഠിച്ചിട്ട് പിന്നെ മിക്സഡ് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അത് എന്തോ ഒരു, അതായത് ഈ ഗേൾസ് സ്കൂളിൽ പഠിക്കുന്ന നമ്മളാണല്ലോ അവിടെ മെയിൻ, നമ്മളെ ഡിസിഷൻസ് എല്ലാം നമ്മളിതാണല്ല, നമ്മളെ ഭരണമാണല്ലോ ഇവിടെ. പറഞ്ഞിട്ട് എവിടെയെല്ലോ എത്തി, വേറെ ഒന്നുമില്ല. എനിക്ക് വീണ്ടും മാടയിൽ കോളേജിൽ തന്നെ പഠിച്ചു. പിന്നെ ആ സമയത്ത് എനിക്ക് മാടയപ്പാറ ഇഷ്ടേ അല്ല, കാരണം എല്ലാ ദിവസവും കാണണം, കൊന്നു കയറണം, അതിനോട് എനിക്ക് എന്തോ ഇഷ്ടേ അല്ല. പക്ഷേ ഇവിടുന്ന് പോയതിന് ശേഷം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്തേക്ക് വരാൻ തോന്നുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്, പക്ഷേ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, എന്താണെന്നറിയില്ല. എനിക്ക് അതിന് ശേഷം എനിക്ക് ഇങ്ങോട്ടേക്ക് വരാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറേ ആയി വരാത്ത എന്നിട്ട് ഇന്ന് വന്നു. ഇടയ്ക്കിടയ്ക്ക് വരണം, ഇവിടെ അടുത്ത് തന്നെ. അതായത് ഇവിടെ ഇപ്പോൾ കാക്കപ്പൂവായിട്ട് എല്ലാ ആഴ്ച ഒടുക്കത്തെ ആളും ഇതെല്ലാം വീഡിയോ അതെല്ലാം കാണാം. പക്ഷെ എന്നിട്ട് ഞാനൊന്നും വന്നിട്ടില്ല ഇന്ന് വരുന്നത്രേ. അപ്പോഴത്തേക്കും കാക്കപ്പൂവിലും ചത്തു കൊന്നു എല്ലാവരും കൂടിയിട്ട്. കുറേ ആൾ വരുന്ന സമയത്ത് എന്തായാലും അതെല്ലാം പോകുമല്ലോ, അപ്പോൾ എല്ലാം പോയി. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനി കുറച്ച് കാക്കപ്പൂവുണ്ട്, കാണണമെന്നില്ലവർ വന്നിട്ട് കണ്ടിട്ട് പോവുക, അത്രയേ ഉള്ളൂ. നമ്മളെ റീലെടുക്കലെല്ലാം കഴിഞ്ഞു. നമ്മൾ അത് ഇടുന്നതായിരിക്കും. പിന്നെന്താണ് ഇപ്പം മഞ്ജുമി ഇപ്പം വന്നത്. നമ്മൾ ഇപ്പം നേരത്തെ ഇല്ല, എല്ലാവരും പോയി. ഷിംനക്ക് ഇന്ന് ഇവിടെ മംഗലാരത്തേക്ക് തിരിച്ചു പോകണം, സംഗീതക്ക് പോകണം, അവരെല്ലാവരും നേരത്തെ പോയി. വേറെ എല്ലാവരും ഓരോരോ വൈക്ക് പോയി, നമ്മൾ കുറച്ചാൾ മാത്രമായി. നീ വിളിച്ചല്ലേ, അപ്പോൾ അത്രയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എനക്കൊന്ന് ഇവിടെ അവസാനിപ്പിക്കാം, കാരണം അല്ലെങ്കിൽ ഭയങ്കര ലോങ് ആയിപ്പോൾ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. ഇനിയിപ്പോൾ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇവിടെ കുറച്ച് സമയം ഇരിക്കും, അവർ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പം അത്രയില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.